അതിമനോഹരമായ ഒരു കാശ്മീർ യാത്ര. ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാശ്മീർ യാത്ര വരുന്നത്. ചില യാത്രകൾ അങ്ങനെയാണ്. നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളെ തന്നെ തേടി വരും. അങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു ഈ കാശ്മീർ യാത്ര. ഞാന് ബാംഗ്ലൂരിൽ ജോലി റിസൈൻ ചെയ്ത് ഒമാനിലേക്കുള്ള വിസയ്ക്കുമായിട്ട് കാത്തിരിക്കുന്ന സമയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖത്തറിൽ നിന്ന് ജിസിന്റെ കോൾ എനിക്ക് വരുന്നത്. "നമുക്കൊരു യാത്ര പോയാലോ? നമുക്ക് കാശ്മീർ വിട്ടാലോ?" സത്യത്തിൽ അവന്റെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ ഞാനൊന്ന് ആലോചിച്ചു. ആലോചനയ്ക്ക് ശേഷം ഞാൻ അവനോട് മറുപടി പറഞ്ഞു. "എടാ നീ വിട്ടോ. എനിക്ക് ഇപ്പോൾ പോരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഒരിടത്തുനിന്ന് റിസൈൻ ചെയ്തു. അടുത്ത ജോലിക്ക് കയറാൻ നിൽക്കുന്നു." സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ മുന്നും പിന്നും ചിന്തിക്കേണ്ട ഒരു യാത്രയ്ക്ക് പറ്റിയ സമയമായിരുന്നില്ല അത്. റീസൺ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കിയാലും അവൻ എന്നെ ഒഴിവാക്കാനുള്ള പ്ലാനില്ലായിരുന്നു. ജിസ് ഒരു ഓഫർ. ടിക്കറ്റും ചെലവ് കാശ് ഞാൻ എടുത്തോളാം. എപ്പോൾ ജോലി കിട്ടുന്നോ ആ സമയത്ത് റിട്ടേൺ വന്നാൽ മതി. ഓക്കെ, നല്ലൊരു ഓഫർ. അങ്ങനെ അവന്റെ ചെലവിൽ കാശ്മീരി കാലുകുത്തി. ഞങ്ങളെ കൂട്ടാൻ വന്ന ഡ്രൈവർ ചേട്ടൻ്റെ കൂടെ എയർപോർട്ടിൽ നിന്നും ഗുൽമാർഗിലേക്ക് യാത്ര തുടങ്ങി. കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കാശ്മീർ എത്തിയപ്പോഴത്തേനും ഏകദേശം വൈകുന്നേരമായി. തണുപ്പ് മാറ്റാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി. കാശ്മീരി കഹ്വ.